ഹായ് ഓൾ. ഫുള്ളി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 10th ലെവൽ മെയിൻസിൻ്റെ അഡ്വാൻസ് റാങ്ക് ഫയലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ അടുത്ത ടോപ്പിക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യൻ ചരിത്രം. ബ്രിട്ടീഷ് ആഗമനം. അക്ബറുടെ സദസ്സ് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച് 1583. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫ് ഫിച്ചാണ്. മുഗൾ ഭരണാധികാരിയായ ജഹാംഗീറിൻ്റെ സദസ്സ് സന്ദർശിച്ച ഇംഗ്ലീഷുകാരാണ് വില്യം ഹോക്കൻസ് 1608, തോമസ് റോ 1615. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി പണ്ടകശാല സ്ഥാപിച്ചത് വിഴിഞ്ഞത്താണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ടയാണ് മദ്രാസിലെ സെൻറ്റ് ജോർജ് കോട്ട. 1644 സെൻറ്റ് ജോർജ് കോട്ട സ്ഥാപിച്ചത് ഫ്രാൻസിസ് ഡേ ആണ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി കോട്ട സ്ഥാപിച്ചത് അഞ്ചുതെങ്കിലാണ്. അത് 1695. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് 1721 ആറ്റിങ്ങൽ കലാപം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താൻ അനുമതി ലഭിച്ച ഉടമ്പടിയാണ് റോയൽ ചാർട്ടർ. റോയൽ ചാർട്ടർ അനുവദിച്ച ബ്രിട്ടീഷ് രാജ്ഞിയാണ് എലിസബത്ത് രാജ്ഞി ഫസ്റ്റ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600 ഡിസംബർ 31. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ സംഘടനയാണ് മർച്ചൻ്റ് അഡ്വഞ്ചറേഴ്സ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമമാണ് 1773 റെഗുലേറ്റിംഗ് ആക്ട് എന്നുള്ളത്. ഇന്ത്യയിൽ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം സൂററ്റാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുമ്പ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്ന ഇംഗ്ലീഷുകാരനാണ് ജോൺ മിൽഡൻഹാൾ എന്ന ആൾ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ നാമം ജോൺ കമ്പനി എന്നാണ്. ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലാണ് ഹെക്ടർ എന്നുള്ളത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഇന്ത്യൻ ചക്രവർത്തി അക്ബറാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരി ജഹാംഗീറാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാര കാലാവധി നീട്ടി നൽകിയത് ജെയിംസ് ഫസ്റ്റ് ആണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലസ്ഥാനം സൂററ്റിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റിയ വർഷം 1687. ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ വ്യാപാര കമ്പനികളും അവ സ്ഥാപിച്ച വർഷവും നോക്കാം. ആദ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത് 1600. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1602, ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1616, പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1628, ലാസ്റ്റ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664 സ്ഥാപിക്കപ്പെട്ടത്. ആധിപത്യത്തിനായുള്ള യുദ്ധങ്ങൾ. കർണാട്ടിക് യുദ്ധം. യൂറോപ്പിൽ നടന്ന ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശത്തിൻ്റെ ഭാഗമായി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന പ്രധാന യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധങ്ങളെന്നാണ്. കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാലഘട്ടം 1746 മുതൽ 1763 വരെയാണ്. ഒന്നാം കർണാട്ടിക് യുദ്ധം. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാലഘട്ടം 1746 മുതൽ 1748 വരെയാണ്. യൂറോപ്പിലുണ്ടായ ആംഗ്ലോ ഫ്രഞ്ച് യുദ്ധത്തിൻ്റെ പരിണിത ഫലമാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ പ്രധാന കാരണം ഇന്ത്യയിൽ വ്യാപാര കുത്തക നേടിയെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ശ്രമമാണ്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഫലമായി ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി പിടിച്ചെടുത്ത പ്രദേശമാണ് മദ്രാസ്. ഒന്നാം കർണാട്ടിക് യുദ്ധസമയത്ത് ഫ്രഞ്ച് ഗവർണർ ഡ്യൂപ്ലെയാണ്. ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ആക്സ് ലാ ചാപ്ലെ 1748. ആക്സ് ലാ ചാപ്ലെ സന്ധി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് തിരികെ ലഭിച്ച പ്രദേശമാണ് മദ്രാസ്. ഫ്രഞ്ചുകാർക്ക് തിരികെ ലഭിച്ച പ്രദേശം അമേരിക്കയിലെ ലൂയിസ്ബർഗ് എന്ന് പറയുന്ന പ്രദേശമാണ്. 1746 അഡയാർ യുദ്ധം എന്ന് പറയുന്നത് കർണാട്ടിക് നവാബ് അൻവറുദ്ദീൻ ഖാനും ഫ്രഞ്ച് സൈന്യവും തമ്മിൽ നടന്നൊരു യുദ്ധമാണ്. അതിൽ ഫ്രഞ്ച് സൈന്യമാണ് വിജയിച്ചത്. രണ്ടാം കർണാട്ടിക് യുദ്ധം. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാലഘട്ടം 1749 മുതൽ 1754 വരെയാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ പ്രധാന കാരണം ഹൈദരാബാദിലും കർണാടകയിലും ഉണ്ടായ പിന്തുടർച്ചാവകാശ തർക്കമാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് റോബർട്ട് ക്ലൈവ് ആണ്. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഫലമായി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശമാണ് ആർക്കോട്ട്. കർണാടകയിലെ ഒരു പ്രദേശമാണ് ആർക്കോട്ട്. ആർക്കോട്ട് പിടിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയത് റോബർട്ട് ക്ലൈവ് ആണ്. രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധി
പോണ്ടിച്ചേരി സന്ധിയാണ്. 1754 പോണ്ടിച്ചേരി സന്ധി നടക്കുന്നത്. പോണ്ടിച്ചേരി സന്ധിയുടെ ഫലമായി ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ പൊതുകാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് ഇരു രാജ്യങ്ങളും ധാരണയായി. മൂന്നാം കർണാട്ടിക് യുദ്ധം. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാലഘട്ടം 1758 മുതൽ 63 വരെയാണ്. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള സപ്തവത്സര യുദ്ധം ആരംഭിച്ചത് 1756 സപ്തവത്സര യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം നടക്കുന്നത്. മൂന്നാം കർണാട്ടിക് യുദ്ധസമയത്ത് ഫ്രഞ്ച് ഗവർണർ കൗണ്ട് ഡി ലാലിയാണ്. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഫലമായി ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത കോട്ടയാണ് സെൻറ്റ് ജോർജ് കോട്ട. ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഫ്രഞ്ചുകാർ പൂർണ്ണമായി പരാജയപ്പെട്ട യുദ്ധമാണ് 1760 വാണ്ടിവാഷ് യുദ്ധം. മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി 1763. 1763 പാരീസ് ഉടമ്പടി പ്രകാരം ഫ്രഞ്ച് പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് കൈമാറുകയാണ് ചെയ്തത്. വാണ്ടിവാഷ് യുദ്ധം നടന്ന വർഷം 1760. ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായിട്ടുള്ള ഒരു യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം. ഈ യുദ്ധം നടന്ന ഇന്ത്യയിലെ സംസ്ഥാനം തമിഴ്നാടാണ്. വാണ്ടിവാഷ് യുദ്ധത്തിൽ ഇംഗ്ലീഷ് സൈന്യത്തെ നയിച്ചത് സർ ഐർക്യൂട്ടാണ്. വാണ്ടിവാഷ് യുദ്ധത്തിൽ ഫ്രഞ്ച് സൈന്യത്തെ നയിച്ചത് കൗണ്ട് ഡി ലാലിയുമാണ്. അടുത്തത് മൈസൂർ യുദ്ധങ്ങൾ. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാരും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് മൈസൂർ യുദ്ധങ്ങൾ. ദക്ഷിണേന്ത്യയിൽ ഇംഗ്ലീഷ് കമ്പനിക്ക് നേരിടേണ്ടി വന്ന പ്രബല ശക്തിയാണ് മൈസൂർ സുൽത്താൻമാർ. മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്നത് മൈസൂർ സുൽത്താൻമാരുടെ ആധിപത്യം മലബാറിൽ വ്യാപിച്ചിരുന്നത് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് സൃഷ്ടിച്ച തടസ്സം ആയിരുന്നു. ഫ്രഞ്ചുകാരുമായി ടിപ്പുവിനുണ്ടായിരുന്ന സൗഹൃദവുമായിരുന്നു. മൈസൂർ യുദ്ധങ്ങൾ നയിച്ച മൈസൂർ സുൽത്താൻമാരാണ് ഹൈദരലിയും അദ്ദേഹത്തിൻ്റെ മകൻ ടിപ്പു സുൽത്താനും. ഹൈദരലിക്ക് മുമ്പ് മൈസൂർ ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ് കൃഷ്ണരാജ വോഡയാർ എന്ന് പറയുന്ന രാജാവ്. ഒന്നാം മൈസൂർ യുദ്ധം. ഒന്നാം മൈസൂർ യുദ്ധത്തിൻ്റെ കാലഘട്ടം 1767 മുതൽ 1769 വരെയാണ്. ഒന്നാം മൈസൂർ യുദ്ധം നടന്നത് ഹൈദരലിയും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. ഒന്നാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടു. ഒന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായത് 1769 മദ്രാസ് സന്ധിയാണ്. രണ്ടാം മൈസൂർ യുദ്ധം. രണ്ടാം മൈസൂർ യുദ്ധത്തിൻ്റെ കാലഘട്ടം 1780 മുതൽ 84 വരെയാണ്. ആ യുദ്ധത്തിൻ്റെ കാരണമായത് ബ്രിട്ടീഷുകാരുടെ മാഹി ആക്രമണമാണ്. രണ്ടാം മൈസൂർ യുദ്ധസമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ് ആണ്. ആ യുദ്ധസമയത്തുള്ള മൈസൂർ സുൽത്താൻ ഹൈദരലിയുമാണ്. ഹൈദരലി മരണമടഞ്ഞ വർഷം 1782. ഹൈദരലിയുടെ മരണശേഷം രണ്ടാം മൈസൂർ യുദ്ധം നയിച്ചത് ടിപ്പു സുൽത്താനാണ്. രണ്ടാം മൈസൂർ യുദ്ധത്തിൽ ഹൈദരലി പിടിച്ചെടുത്ത ബ്രിട്ടീഷുകാരുടെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശമാണ് ആർക്കോട്ട് എന്നത്. രണ്ടാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് 1784 മംഗലാപുരം സന്ധി എന്നുള്ളത്. മൂന്നാം മൈസൂർ യുദ്ധം. മൂന്നാം മൈസൂർ യുദ്ധത്തിൻ്റെ കാലഘട്ടം 1790 മുതൽ 92 വരെയാണ്. മൂന്നാം മൈസൂർ യുദ്ധത്തിൻ്റെ പ്രധാന കാരണം ടിപ്പുവിൻ്റെ തിരുവിതാംകൂർ ആക്രമണമാണ്. മൂന്നാം മൈസൂർ യുദ്ധസമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കോൺവാലിസ് ആണ്. ഈ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി 1792 ശ്രീരംഗപട്ടണം സന്ധിയാണ്. അപ്പോൾ ശ്രീരംഗപട്ടണം സന്ധിയുടെ ഫലമായി ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത പ്രദേശമാണ് മലബാർ പ്രദേശം. നാലാം മൈസൂർ യുദ്ധം നടന്ന വർഷം 1799. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ആർതർ വെല്ലസ്ലിയാണ്. ടിപ്പു സുൽത്താൻ്റെ മരണത്തിന് കാരണമായ യുദ്ധമാണ് നാലാം മൈസൂർ യുദ്ധം. നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ ഫലമായി ബ്രിട്ടീഷുകാർ മൈസൂർ പിടിച്ചെടുക്കുകയും ചെയ്തു. ടിപ്പു സുൽത്താൻ മൈസൂർ കടുവ, ഷേർ-ഇ മൈസൂർ എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരിയാണ്. ഇന്ത്യയിൽ ആദ്യമായി റോക്കറ്റ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച ഭരണാധികാരിയാണ് ഇദ്ദേഹം. ശ്രീരംഗപട്ടണത്തിൽ ഫ്രഞ്ച് പതാക ഉയർത്താൻ അനുവാദം നൽകിയ ഭരണാധികാരിയാണ്. റോക്കറ്റിനെ കുറിച്ച് പരാമർശമുള്ള ടിപ്പു സുൽത്താൻ്റെ കൃതിയാണ് ഫത്തുൽ മുജാഹിദീൻ എന്നുള്ളത്. ടിപ്പു സുൽത്താൻ്റെ തലസ്ഥാനമാണ് ശ്രീരംഗപട്ടണം. ടിപ്പു സുൽത്താൻ്റെ മലബാറിലെ തലസ്ഥാനമാണ് ഫറൂഖാബാദ്. ഫറൂഖാബാദിൻ്റെ പുതിയ പേര് ഫറൂഖ് പട്ടണം എന്നാണ്. ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനിക തലവനാണ് ആർതർ വെല്ലസ്ലി. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആർതർ വെല്ലസ്ലിയാണ്. ടിപ്പു സുൽത്താൻ വധിക്കപ്പെട്ടത് 1799 മെയ് 4 അദ്ദേഹം വധിക്കപ്പെട്ട യുദ്ധമാണ് നാലാം മൈസൂർ യുദ്ധം. ടിപ്പു സുൽത്താൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് മൈസൂരും ടിപ്പു സുൽത്താൻ ജയന്തി ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകയുമാണ്.
അപ്പോൾ ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി രചിച്ചത് ടിപ്പു സുൽത്താനാണ്. പക്ഷേ തുഹഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമും തുഹഫത്തുൽ മുവാഹിദീൻ എന്ന കൃതി രചിച്ചത് രാജാറാം മോഹൻ റോയുമാണ്. ഇന്ത്യയിൽ ആദ്യമായി റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഭരണാധികാരി ടിപ്പു സുൽത്താനാണ്. ഇന്ത്യയിൽ ആദ്യമായി പീരങ്കിപ്പട ഉപയോഗിച്ച ഭരണാധികാരി ബാബറുമാണ്. മറാത്ത യുദ്ധങ്ങൾ. ബ്രിട്ടീഷുകാരും മറാത്ത വംശവും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് മറാത്ത യുദ്ധങ്ങൾ അല്ലെങ്കിൽ ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. ഒന്നാം മറാത്ത യുദ്ധം. ഒന്നാം മറാത്ത യുദ്ധത്തിൻ്റെ കാലഘട്ടം 1775 മുതൽ 82 വരെയാണ്. ഈ യുദ്ധത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷ് ഗവൺമെൻറ് മറാത്തയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടത് മൂലമാണ്. ഒന്നാം മറാത്ത യുദ്ധ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ് ആണ്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഒന്നാം മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് 1782 വാറൻ ഹേസ്റ്റിങ്ങും മറാത്ത പേഷ്വയും തമ്മിൽ ഒപ്പുവെച്ച സൽബായ് സന്ധി എന്നുള്ളത്. രണ്ടാം മറാത്ത യുദ്ധം. രണ്ടാം മറാത്ത യുദ്ധത്തിൻ്റെ കാലഘട്ടം 1803 മുതൽ 1805 വരെയാണ്. പൂനെയിൽ ബ്രിട്ടീഷുകാർക്ക് അധികാരം ലഭിക്കാൻ കാരണമായിട്ടുള്ള സന്ധിയാണ് 1802 ബാസിൻ സന്ധി. പേഷ്വാ ബാജിറാവും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പുവെച്ച 1802 ബാസിൻ സന്ധിയാണ് പൂനെയിൽ ബ്രിട്ടീഷുകാർക്ക് അധികാരം ലഭിക്കാൻ കാരണമായ സന്ധി. രണ്ടാം മറാത്ത യുദ്ധം അവസാനിച്ച ഉടമ്പടി 1805 രാജ്ഘട്ട് ഉടമ്പടി വഴിയാണ്. രണ്ടാം മറാത്ത യുദ്ധം നയിച്ച ബ്രിട്ടീഷുകാർ ആർതർ വെല്ലസ്ലിയും ജനറൽ ലേക്കുമാണ്. മൂന്നാം മറാത്ത യുദ്ധം. മൂന്നാം മറാത്ത യുദ്ധത്തിൻ്റെ കാലഘട്ടം 1817 മുതൽ 1819 വരെയാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നയങ്ങളും നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടെടുക്കാനുള്ള മറാത്തക്കാരുടെ ശ്രമവുമാണ് മൂന്നാം മറാത്ത യുദ്ധത്തിന് കാരണം. മറാത്ത വംശത്തിനു മേൽ ബ്രിട്ടീഷ് സൈന്യം പൂർണ്ണ ആധിപത്യം ഉറപ്പിച്ചത് മൂന്നാം മറാത്ത യുദ്ധത്തോടെയാണ്. മൂന്നാം മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഇന്ത്യൻ പ്രദേശമാണ് പൂനെ. ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൻ്റെ കാലഘട്ടം 1845 മുതൽ 46 വരെയാണ്. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൻ്റെ കാരണം പഞ്ചാബിൽ ബ്രിട്ടീഷുകാരുടെ കടന്നുകയറ്റമാണ്. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ അവസാനിക്കാൻ കാരണമായ സന്ധി 1846 ലാഹോർ സന്ധിയാണ്. രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൻ്റെ കാലഘട്ടം 1848 മുതൽ 49 വരെയാണ്. പഞ്ചാബ് മേഖല പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിൽ വന്ന യുദ്ധമാണ് രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധം. ഡൽഹൌസി പ്രഭു പഞ്ചാബ് കീഴടക്കിയ വർഷം 1849 ആണ്. പഞ്ചാബിലെ ആദ്യത്തെ കമ്മീഷണർ സർ ജോൺ ലോറൻസ് ആണ്. അടുത്തത് പ്ലാസി യുദ്ധം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധത്തിൻ്റെ പ്രധാന കാരണം ഇരിട്ടറ ദുരന്തമാണ്. ഇരിട്ടറ ദുരന്തം നടന്ന വർഷം 1756 ആണ്. ഈ ഇരിട്ടറ ദുരന്തത്തിന് നേതൃത്വം നൽകിയത് ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ്ദൗളയാണ്. കൊൽക്കത്തയിലെ വില്യം കോട്ടയും ബ്രിട്ടീഷ് ഫാക്ടറികളും പിടിച്ചെടുത്തതിനെ തുടർന്ന് പിടിയിലായ ഏകദേശം 120ഓളം വരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരെ ഇരുട്ടറയിലടച്ച് ശ്വാസമുട്ടിച്ചു കൊന്ന കുപ്രസിദ്ധ സംഭവമാണ് ഇരിട്ടറ ദുരന്തം അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്നറിയപ്പെടുന്നത്. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757 ജൂൺ 23 ആണ്. പ്ലാസി യുദ്ധം നടന്നത് സിറാജ് ഉദ്ദൗളയും റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവും തമ്മിലാണ്. സിറാജ് ഉദ്ദൗളയുടെ പരാജയത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ബംഗാളിൽ രാഷ്ട്രീയ അധികാരത്തിന് അടിത്തറയിട്ടു. യുദ്ധാനന്തരം ബംഗാളിലെ രാജാവായി ബ്രിട്ടീഷുകാർ അവരോധിച്ച സിറാജ് ഉദ്ദൗളയുടെ സൈനാധിപനാണ് മിർ ജാഫർ. പ്ലാസി യുദ്ധസമയത്തെ മുഗൾ ഭരണാധികാരി ആലംഗീർ രണ്ടാമനായിരുന്നു. ബക്സാർ യുദ്ധം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യം സുസ്ഥിരമാക്കിയ യുദ്ധമാണ് ബക്സാർ യുദ്ധം. ബക്സാർ യുദ്ധം നടന്ന വർഷം 1764 ഒക്ടോബർ 22 ആണ്. ബക്സാർ യുദ്ധം നടന്നത് ഷുജാഉ ദൗളയും ഹെക്ടർ മൺറോയുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവും തമ്മിലാണ്. ബക്സാർ യുദ്ധത്തിൽ ഷുജാഉ ദൗളയെ പിന്തുണച്ച ഇന്ത്യൻ ഭരണാധികാരികളാണ് മിർ കാസിം, ബംഗാൾ നവാബായിരുന്ന മിർ കാസിമും മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാ ആലം രണ്ടാമനും. ബക്സാർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാർ ആണ്. ബക്സാർ യുദ്ധസമയത്തെ ബംഗാൾ ഗവർണർ ഹെൻറി വാൻസിറ്റാട്ട് ആണ്. ബക്സാർ തോൽവിയെ തുടർന്നുണ്ടായ ഉടമ്പടിയാണ് 1765 ഒന്നാം അലഹബാദ് ഉടമ്പടി. മറ്റ് പ്രക്ഷോഭങ്ങൾ നോക്കാം. ബംഗാളിലെ മതസന്യാസിമാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് സന്യാസി കലാപം.
ബ്രിട്ടീഷുകാർക്കെതിരെ പഞ്ചാബിലെ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ് കുകാബ് കലാപം. ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരായി ഛോട്ടാ നാഗ്പൂരിൽ കലാപമുണ്ടാക്കിയ ഗോത്രവർഗമാണ് കോൾ. 1831 മുതൽ 32 വരെയായിരുന്നു കോൾ കലാപം നടന്നത്. ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിലെ സന്താൾ ജനവിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് 55 മുതൽ 56 വരെ, 1855 മുതൽ 56 വരെ ഉണ്ടായിരുന്ന സന്താൾ കലാപം. ബംഗാളിലെ മുസ്ലിം ജനവിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് ഫറാസി കലാപം എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ നാൾവഴികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം 1583 മാസ്റ്റർ റാൽഫ് ഫിച്ച് ഇന്ത്യ സന്ദർശിക്കുന്നത്. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്നു. 1608 വില്യം ഹോക്കിൻസ് ഇന്ത്യ സന്ദർശിക്കുന്നു. 1613 ബ്രിട്ടീഷുകാർ സൂററ്റിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിക്കുന്നു. 1687 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലസ്ഥാനം സൂററ്റിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റുന്നു. പിന്നീട് 1746 മുതൽ 48 വരെ ഒന്നാം കർണാട്ടിക് യുദ്ധവും 1749 മുതൽ 54 വരെ രണ്ടാം കർണാട്ടിക് യുദ്ധവും നടക്കുന്നു. 1756 ഇരിട്ടറ ദുരന്തം നടക്കുന്നത്. അതേ തുടർന്ന് 1757 പ്ലാസി യുദ്ധവും നടക്കുന്നു. 1758 മുതൽ 63 വരെയാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം. 1760 വാണ്ടിവാഷ് യുദ്ധം, 1764 ബക്സാർ യുദ്ധം, 1767 മുതൽ 69 വരെ ഒന്നാം മൈസൂർ യുദ്ധവും 1775 മുതൽ 82 വരെ ഒന്നാം മറാത്ത യുദ്ധവും നടക്കുന്നു. 1780 മുതൽ 84 വരെ രണ്ടാം മൈസൂർ യുദ്ധം. ആ സമയമാണ് 1782 ഹൈദരലി അന്തരിക്കുന്നതും. അതിനുശേഷം 1790 മുതൽ 92 വരെ മൂന്നാം മൈസൂർ യുദ്ധവും, അതേ തുടർന്ന് 1799 നാലാം മൈസൂർ യുദ്ധവും. 1799 യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ വധിക്കപ്പെടുകയും ചെയ്യുന്നു. 1803 മുതൽ 5 വരെ രണ്ടാം മറാത്ത യുദ്ധം നടക്കുന്നു. 1817 മുതൽ 19 വരെ മൂന്നാം മറാത്ത യുദ്ധം നടക്കുന്നു. 1845 മുതൽ 46 വരെ ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധവും 1848 മുതൽ 49 വരെ രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധവും നടക്കുന്നു. അടുത്തതായിട്ട് ഈ കാലഘട്ടങ്ങളിൽ നടന്ന പ്രധാനപ്പെട്ട സന്ധികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിലെ വ്യാപാരത്തിന് അനുമതി നൽകിയ ഉടമ്പടി റോയൽ ചാർട്ടർ ആണ്. ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായിട്ടുള്ള സന്ധി ആക്സ്ല ചാപ്ലെ സന്ധിയാണ് 1748. രണ്ടാം കർണാട്ടിക് യുദ്ധമാണെങ്കിൽ അതിന് കാരണം 1754 പോണ്ടിച്ചേരി സന്ധിയും മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായിട്ടുള്ള സന്ധി 1763 പാരീസ് ഉടമ്പടിയുമാണ്. ഒന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി 1769 മദ്രാസ് സന്ധിയാണ്. രണ്ടാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണം 1784 മംഗലാപുരം സന്ധിയും മൂന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണം 1792 ശ്രീരംഗപട്ടം സന്ധിയുമാണ്. ഒന്നാം മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി 1782 സൽബായ് സന്ധി. രണ്ടാം മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി 1805 രാജ്ഘട്ട് ഉടമ്പടി. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി 1846 ലാഹോർ സന്ധിയുമാണ്.